അതുകൊണ്ട് എനിക്ക് പൈസ എണ്ണിക്കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ദാണ്ടെ ആ റെഡ് ഷർട്ട് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി? ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കുട്ടിയെ. നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിക്കണ്ട. ആരാ കുട്ടിയാ? ആരാ? പ്രസാദേ വേറെ ഇങ്ങോട്ടേ. ആരാ? ഏത് കുട്ടിയത്? ആരാ? അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു നമ്മളാണ് ക്ഷമിക്ക് അതിന്റെ ഞങ്ങൾ മാറ്റി ഇതുണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് നമ്മുടെ ഒരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മുടെ ഒരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി നമ്മുടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? എവിടാ വീട്ടുപേരെന്തോ? എവിടാ? ആ ഓക്കെ, ശരി ഓക്കെ. എവിടാ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ്, പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കും ബന്ധമില്ലെന്ന സാറേ ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ ചോദിക്കണം, അതിന് ക്ഷമ ചോദിക്കാം. ഒരു കുട്ടി ഒരു ആഗ്രഹത്തിന് പാടിയതല്ലേ, ക്ഷമിക്ക് ദൈവം. മാപ്പുക, ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. അല്ല, ക്ഷമ ചോദിക്കുകയാണ് ദൈവം. ഒരു പാട്ടല്ലേ, ഒരു 5 മിനിറ്റത്തെ കേസല്ലേ. അവസരങ്ങൾ ലഭിക്കുക എന്നത് ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എന്നാൽ വേദിയിൽ നിൽക്കുമ്പോൾ അധിക്ഷേപിച്ചിറക്കി വിടുക, ഇതിലും വലിയ ഭാഗ്യക്കേടൊന്നും ഒരു കലാപ്രതിഭയ്ക്ക് നേരിടേണ്ടി വരില്ല. അത്തരത്തിലൊരു സംഭവമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അടൂരിൽ ഒരു വേദിയിൽ അരങ്ങേറിയത്. നാട്ടുകാരിയായ പെൺകുട്ടിക്ക് അവസരം നൽകിയതിന്റെ പേരിൽ ഗാനമേള സംഘാടകരെ ഒന്നടങ്കം ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരാൾ ചോദ്യം ചെയ്യുന്നതിന് ആ നാട് മുഴുവൻ സാക്ഷ്യം വഹിച്ചു. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു നമ്മളാണ് ക്ഷമിക്ക് അതിന്റെ ഞങ്ങൾ മാറ്റി ഇതുണ്ടെങ്കിൽ അത് ഇവിടെ നടത്തണ്ട കേട്ടോ. ചേട്ടാ പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി അതിൽ ഇവിടെ നിന്ന് പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ചോദിക്കുമ്പോൾ സംഘാടകരിൽ ഒരാൾ വന്ന് നമ്മുടെ ഒരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ നമ്മുടെ ഒരു പാട്ട് പാടിക്കാൻ ഒരു അവസരം കൊടുത്തു. ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതേ കുട്ടി നമ്മുടെ പേരെന്തോ? ഗായത്രി. വീട്ടുപേരെന്തോ? എവിടാ വീട്ടുപേരെന്തോ? എവിടാ? ആ ഓക്കെ, ശരി ഓക്കെ. എവിടാ? ചെരുവിള പുത്തൻമേട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ്, പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ആർക്കും ബന്ധമില്ലെന്ന സാറേ ഒരു പാട്ടല്ലേ പാടി, അതങ്ങ് വിട്ടുകളാ. അതെന്ത് ക്ഷമ ചോദിക്കണം, അതിന് ക്ഷമ ചോദിക്കാം. ഗ്രൂപ്പിലല്ലായിരുന്നു തന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് തനിക്ക് അവസരം തന്ന ഗാനമേള സംഘാടകർക്ക് നേരിടേണ്ടി വന്നത് ഒട്ടനവധി ചോദ്യങ്ങളും. നിസ്സഹായയായി നിൽക്കുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ മറ്റുള്ളവരിലേക്കെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെയാകാം തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വൈശാലി പ്രോഗ്രാം ഏജൻസി ഉടമ പ്രദീപ് ആ പെൺകുട്ടിക്ക് പിന്തുണയുമായെത്തി. ഒരാളിന്റെ ആത്മവിശ്വാസം തകർക്കും തരത്തിലുള്ള സംഭവമാണ് അന്ന് നടന്നതെന്നും ഇതേ തുടർന്നാണ് അവസരം നൽകാൻ താൻ മുന്നോട്ട് വന്നതെന്നും വൈശാലി പ്രോഗ്രാം ഏജൻസി ഉടമ പ്രദീപ് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് വാമനപുരത്ത് ക്ഷേത്രത്തിലെ ഈ പെൺകുട്ടിക്ക് പാടാൻ അവസരമൊരുക്കി നൽകിയത്. തീർച്ചയായും നമ്മളത് ചിന്തിക്കണം. ഒരു വേദിയിൽ അപമാനീയമായ ആ കുട്ടിയെ ഈ കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച അല്ലേ? ഗായത്രി ഓൺ ദ സ്റ്റേജ്. ഒരിക്കൽ പോലും ഗായത്രി വിചാരിച്ചിരുന്നില്ല
ഒരിക്കൽ പോലും മൈക്കിൽ ഗായത്രി ഒരിക്കലെങ്കിലും വിചാരിച്ചു ഇങ്ങനെ ഇതൊരു വേദി ഗായത്രിക്ക് കിട്ടുമെന്ന്? ഒരിക്കലുമില്ല. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഇതിന് കാരണക്കാരനായ ആളുടെ കാര്യം ആദ്യം പറഞ്ഞു, ശ്രീ വൈശാലി പ്രദീപ്. ഗായത്രിയോട് ഈ വേദിയിൽ വെച്ച് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കാൻ പാടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവനെ സന്തോഷം എന്ന് പറയുന്ന പ്രിയരാഗ. ഇന്നൊരു വേദിയിൽ മിനിമം 50,000 രൂപ വരെ വാങ്ങുന്ന പ്രിയ കലാകാരി നമ്മുടെ നാട്ടിലെ ഈ ഒരു പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ സിനിമയുടെ പാടാൻ പറയുന്നത് അല്ലു അർജുൻ നായകനായി അഭിനയിച്ച പുഷ്പ എന്ന ചിത്രത്തിലെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഡാൻസ് കളിക്കണം. അടൂർ സ്വദേശിയായ ഗായത്രിക്കാണ് സ്വദേശത്ത് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അന്നേ ദിവസം അടൂരിലെ ക്ഷേത്രത്തിൽ ഗാനമേള അവതരിപ്പിക്കാനെത്തിയ നാഗർകോവിൽ നൈറ്റ് ബേഡ്സ് എന്ന സംഘം തന്നെയാണ് വാമനപുരം ഗാനമേള അവതരിപ്പിക്കാനെത്തിയത്. അപ്പോൾ പെൺകുട്ടിക്ക് പാടാൻ അവസരം നൽകി. ഒരു പക്ഷേ നാളെ നാടറിയാൻ പോകുന്ന കലാകാരിയാകാം ഈ പെൺകുട്ടിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ആ പരിപാടിക്ക് ശേഷം സ്ഥലം MLA കൂടിയായ DK മുരളി വേദിയിൽ വെച്ച് പെൺകുട്ടിക്ക് ആദരവ് നൽകിയതും. ഇപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവസരമാണ്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഒരുക്കി തന്നതും ഇതിനുവേണ്ടി പ്രവർത്തിച്ചതും ഒക്കെ വൈശാലി പ്രതിഭങ്ങളാണ്. അപ്പൊ അങ്കിളിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത ഈ നമ്മുടെ നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ട്രൂപ്പിലെ അംഗങ്ങൾക്കും അതിന്റെ ഓണറിനും അതിന്റെ മാനേജറായിട്ടുള്ള അനിൽ അങ്കിളിനും എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ അക്ഷയ് എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണ് എന്നെ വീട്ടിൽ വന്ന് എൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ വിളിച്ച് എടുത്ത് പ്രതിഭങ്ങളുടെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചു തന്ന എൻ്റെ ഈ ഒരു നിലയിൽ, അതായത് എൻ്റെ ഈ ഒരു വഴിയിലോട്ട് എത്തിച്ചു തന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച് കുറേ പേരുണ്ട്. അവിടെ എല്ലാവരും ഒന്നും എനിക്ക് അറിയില്ലെങ്കിലും എല്ലാവരും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇത് ഇരട്ടി മധുരമായി. വിസ്മയാനുസ്, വെഞ്ഞാറമൂട്.